ഹായ് ഡിയർ ഓൾ, ഞാൻ കുറേ നാളായാലും വീഡിയോസ് ആയിട്ട് വന്നിട്ട് എന്നെ തിരക്കിയതിനും അന്വേഷിച്ചതിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എങ്ങും പോയിട്ടില്ല. അനീത്തിയുടെ ഫൈനൽ പെർപ്പച്വൽ വൗസ്, അതായത് നിത്യവ്രത വാഗ്ദാനമൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അനീതിന് നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം വീട്ടിലോട്ട് വെക്കേഷൻ വിളിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ അവിടെ ആലുവയിലുള്ള പ്രൗൺഷ്യൽ ഹൗസിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവളെ കാണാനായിട്ട്. അവൾ എത്തി. ഇത് പ്രൗൺഷ്യലേറ്റ് ആണെങ്കിലും ഞങ്ങൾ ചെന്ന ദിവസം അവിടെ അധികം സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അനീത്ത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ട റിഫ്രഷ്മെന്റ് എല്ലാം എടുത്തു വെച്ചതും. ഞങ്ങൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരിച്ച് അനീതിയും കൂട്ടി വീട്ടിലോട്ട് പോന്നു. ഈ പ്രൗൺഷ്യലേറ്റിൽ എപ്പോൾ വന്നാലും പോയാലും ഇവിടുത്തെ ചാപ്പലിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കാതെ പോരാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ചാപ്പലാണ്. പിന്നെ ഈ കോറിഡോറും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരായിട്ട് പോയി, അല്ല 2 പേരായിട്ട് പോയി, 3 പേരായിട്ട് തിരിച്ച് പോരുന്ന വഴി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വീട്ടിൽ ആളെത്തി. ഇനി ഇവള് നാട്ടിലുണ്ടായിരുന്നപ്പം, അതായത് 10-15 വയസ്സ് വരെ വീട്ടിലുണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആള് കുറേ നാൾ കൂടി വന്നതിന് ശേഷം വീട്ടിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കസിൻ ആങ്ങള, അതായത് അഖിൽ വന്നായിരുന്നു. അഖിലിന് കൊടുക്കാനായിട്ട് കുറച്ച് കൊന്തയൊക്കെ ഗിഫ്റ്റായിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അതൊക്കെ അവന് കൊടുത്തു. ഞങ്ങളെല്ലാവരും കുറച്ച് കൊന്ത കച്ചവടമൊക്കെ നടത്തി അവിടെ. അങ്ങനെ മിനി ആൻറ്റി, അമ്മച്ചി, ഞാൻ, ജെസിമോള്, ഇവിടെ ജെസിമോളെന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത്. അവളെ നിന്നും ഇനി വിളിക്കാൻ പറ്റത്തില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, കുഞ്ഞനിയത്തി ആയി പോയില്ലേ. അഖിലൂട്ടനാണെന്നുണ്ടെങ്കിൽ ജെസിമോൾക്ക് കൊടുക്കാനായിട്ട് ഒരു നല്ല വാച്ചൊക്കെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അന്നത്തെ ദിവസം ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ. അപ്പോൾ ഇപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.